ആർക്കും ചൊല്ലാകുന്ന നാമം, എങ്ങും ആരാധിപ്പാനുള്ള നാമം. പേയ്ക്കും പേയിൻ പടയ്ക്കും ഭീതി ചേർക്കുന്ന നാമം, മൂർഖ പാപികൾക്കു വിമോക്ഷം നൽകും നാമം. യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷനാമമേ. യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷനാമമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയിൽ സമ്പന്നനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തനുമായ എൻ്റെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദാന്തിയെ കടന്നു വരുവാൻ സഹായിച്ചല്ലോ. തന്ന സൗഖ്യത്തിനായി സമാധാനത്തിനായി ദൈവകൃപയ്ക്കായി നന്ദി പിതാവേ, നന്ദി. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുള്ളതിനെയും ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കാണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, ഹല്ലേലൂയ, ജോലിയിലായിരിക്കുന്ന മക്കൾ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ, ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ കുടുംബം എല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ഒന്നുപോലെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിച്ച് സഹായിക്കണമേ, ആവശ്യം അറിഞ്ഞ് കരുതിക്കൊള്ളുമാറാകണമേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശേഷാൽ ഓർക്കുകയാ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുകയാ. അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ, ദൈവകൃപയിലായിരിക്കാൻ ഇട്ടിയാക്കണമേ, കഷ്ടസങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കുമാറാകണമേ, ആവശ്യമറിഞ്ഞ് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരുണ്ട് അപ്പോൾ ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും മറ്റ് ഹല്ലേലൂയ കർത്താവേ, 10, 11, 12 പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, അപ്പോൾ OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, മെറിറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ, കർത്താവെ റിസൾട്ട് കാത്തിരുന്ന കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, സകലത്തിനും മതിയായവനാ, ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഉള്ളതുപോലെ കാണുന്ന ദൈവമാ, ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമേ, വ്യസനത്തിനുള്ള മാർഗങ്ങളെയെല്ലാം എടുത്തുമാറ്റി ശാശ്വതമായ മാർഗത്തിൽ ഓരോ മക്കളെയും നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങയുടെ മുഖം നോക്കുന്നവരാരും ഒരു നാളിൽ ലജ്ജിച്ചു പോയിട്ടില്ലല്ലപ്പാ. അങ്ങയുടെ പാതവിടെ കടന്നു വരുന്ന മക്കളൊന്നും ഒരിക്കലും ഹല്ലേലൂയ ലജ്ജിച്ചു പോകാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. സ്വർഗമോ ഓരോ മക്കളെയും അനുഗ്രഹിച്ചാട്ടപ്പാ. ദൈവമായ കർത്താവേ, പരീക്ഷാ കാലഘട്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി ജ്ഞാനവും നൽകണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവർ കരുതിക്കൊള്ളുമാറാകണം. നല്ല ജയമൊരുക്കി സഹായിക്കണം, നല്ല ഭാവി ഒരുക്കി സഹായിക്കണം. കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തെ നിവർത്തിക്കണം. ശത്രു അവരെ കാണല്ലേ, ദുഷ്ട പിശാച് തുടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനും ഭക്തിക്കും വേണ്ടുന്നത് കരുതിയൊരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും സൂക്ഷിക്കുമാറാകണം. നാടും വീടും വിട്ടൊക്കെ വിദേശ രാജ്യങ്ങളിലും മറ്റിടങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളെയും സ്വർഗം കരുതണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ശത്രു കാണല്ലേ, പിശാചുടല്ലേ, പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നപ്പ. സ്തോത്രം, സ്തോത്രപ്പ. പ്രത്യേകിച്ച് ഹാലിൽ ഞങ്ങൾ വിവാഹപ്രായ മക്കളെ സമർപ്പിക്കട്ടെ. ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കണം, അവരുടെ വിവാഹം നടക്കണം. എൻ്റെ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സന്തോഷത്തോടെ കാത്തുകൊള്ളണമേ അപ്പ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളോട് അനുഗ്രഹിക്കണമേ കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസന്തികളും കൂടിയിരുന്ന് സുഖപ്രസവം നൽകിയിരിക്കും. ഹാലിൽ കർത്താവ് മാനിക്കുമാറാകണമേ. എല്ലാ ക്ഷീണങ്ങളും ഭാരങ്ങളും കുഞ്ഞുങ്ങളെ മാറ്റണേപ്പാ. ജോലി ചെയ്യാനൊക്കെ ശക്തീകരിച്ച് ബലപ്പെടുത്തണേന്നും പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം കർത്താവ്. ഈ സമയത്ത് ഹാലിൽ ഞങ്ങളുടെ കൊച്ചു തലമുറകളെല്ലാം പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിച്ച് വളർത്തിത്തരണമേ കർത്താവേ. ഹാലയിലെ പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കാപ്പാ. അവിടുന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി നൽകി അനുഗ്രഹിച്ച മക്കളുണ്ട് കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക കർത്താവേ. സ്തോത്രം, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. നന്ദി, നന്ദി പിതാവേ, നന്ദി പിതാവേ. സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടവരുത്തണമേ ബാ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം, സ്തോത്രം. എല്ലാ പ്രാർത്ഥന വിശാപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ നാഥ.
ദൈവമായ കർത്താവെ, കടഭാരമുള്ള മക്കളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് നല്ല ഭവനങ്ങളെ കൊടുക്കണമേ. ഭവനത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നവർ അത് പൂർത്തീകരിച്ച് പാർക്കാൻ ഭാഗ്യമൊരുക്കണമേ. ഓരോ ആവശ്യത്തിൻ്റെ നടുവിൽ സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്, പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളുണ്ട്. അവരെ പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന മക്കളുണ്ട്, ഓരോ മക്കളുടെ യാത്രയിൽ കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രപ്പ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ, ദൂരത്തും ചാരത്തുമായിരിക്കുന്നവർ, മാതാപിതാക്കളെ വാർദ്ധക്യത്തിലായിരിക്കുന്നവർ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരൊക്കെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനവും സംരക്ഷണവും ഓരോ മക്കളുടെ മേലും വേണം കർത്താവേ. ഹല്ലേലൂയ. നന്ദി അപ്പം നന്ദി. ഹല്ലേലൂയ. ഞങ്ങളെ സഹായിക്കാൻ കഴിവുള്ള ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ പിതാവേ. ഈ സമയം ഹല്ലേലൂയ ദൂരത്തും ചാരത്തുമായിരിക്കുന്നവർ, അനാഥരും വിധവകൾ, രോഗികളെ ദുഃഖത്തിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ സമയം ഹല്ലേലൂയ മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടപ്പോൾ അവരെ സഹായിക്കണമേ. നല്ല ആലോചനക്കാരനായി എൻ്റെ അപ്പച്ചൻ കൂടിയിരുന്നു കൊള്ളണമേ. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ. അന്യദേശങ്ങളിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ സർവശക്തിനെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതാവായി പിതാവായി കൂടെ ഇരുന്ന അപ്പച്ചൻ ഹല്ലേലൂയ സഹായിച്ചു കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ രോഗികളെ സമർപ്പിക്കട്ടെ അപ്പാ. ആശുപത്രി കിടക്കകളിലായിരിക്കുന്നവർ, ഭവനങ്ങളിൽ കിടക്കയിലായിരിക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവരൊക്കെ ഉണ്ടപ്പാ. തൻ്റെ മക്കളോട് മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസറുകളെ ഏൽപ്പിക്കട്ടെ, കിഡ്നി രോഗികളെ ഏൽപ്പിക്കട്ടെ, ഹാർട്ടിൽ ലിവറിന് കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കട്ടെ, തലയ്ക്കകത്ത് വേദനയാലും മൊഴിയാലും ഭാരമുള്ളവരെ ഏൽപ്പിക്കട്ടെ, ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഏൽപ്പിക്കട്ടെ. ദൈവമായ കർത്താവേ, സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, എൻ്റെ ദൈവമായ കർത്താവ്, പ്രത്യേകിച്ച് പനിയാലെ ചുമയാലെ ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്നവർ, ആസ്മാ രോഗികൾ, തൈറോയിഡുള്ളവർ കർത്താവ്, ഇതൊക്കെ സംബന്ധമായ രോഗമുള്ളവർ, അലർജിയുള്ളവരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ദൈവമായ കർത്താവെ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ എല്ലാ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, കരുണ തോന്നണം, മനസ്സലിയണം, അത്ഭുതങ്ങളെ ചെയ്യണം, സൗഖ്യപ്പെടുത്തണം. ആമേൻ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. വിടുതലിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ള ജീവിതങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. പല സർജറിക്ക് വിധേയപ്പെടുന്ന മക്കളുണ്ടപ്പാ. സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട് കർത്താവേ. പൂർണ്ണ സൗഖ്യവും വിടുതലും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ആശുപത്രി കിടക്കകളിൽ, ഭവനങ്ങളിലായിരിക്കുന്നവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ ആശ്വസിപ്പിച്ചു കൊള്ളണമേ. സമാധാനത്തോടും പ്രത്യാശയോടും മുൻപോട്ട് ജീവിപ്പാൻ ദൈവകൃപ നൽകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി 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 കർത്താവേ. സ്തോത്രം കർത്താവേ. ഈ സമയം വാടക ഭവനങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ മക്കളുണ്ടപ്പോൾ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ളവരെ സമർപ്പിക്കുന്നു. സ്വർഗം മനസ്സലിവ് കാണിക്കണം, കരുണ കാണിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, പല നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളോട് സ്വർഗം മനസ്സലിവ് കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരോടും പറയാൻ മേലാത്ത സങ്കടത്തിൻ്റെ നടുവിൽ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങും. കഴിഞ്ഞ നാളുകളിൽ നീ മാനിച്ച ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്ന കർത്താവ്. വീണ്ടും കരുതുവാൻ സർവ്വസമ്പന്ന ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കട്ടെ കർത്താവ്. ഈ സമയം വീണ്ടും കർത്താവ്. ഹല്ലേലൂയ 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 കർത്താവ്. ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവ്. ഞങ്ങളുടെ ഭവനം, പരിസരം, അതിര് വരുമ്പോൾ അസുഖ, ഞങ്ങളുടെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കഷ്ടമനുഭവിക്കുന്നവർ എല്ലാം ഞങ്ങളൊന്നുകൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ഹല്ലേലൂയ കർത്താവ്. സത്യസന്ധതയോടെ ദൈവകൃപയോടെ എല്ലാ കാര്യം ചെറുപ്പാൻ ഓരോ മക്കളെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തിന് മേൽ സൗഖ്യമയക്കണമേ. ഞങ്ങളുടെ ദേശത്തെ കൺമണി പോലെ സൂക്ഷിക്കണമേ. ശത്രു കാണാതെ മറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ മറയ്ക്കണമേ. രക്തം കൊണ്ട് മുദ്രയിടണമേ. ദുഷ്ടപിശാച് കാണല്ലേ അപ്പാ. ഗബ്രിയേൽ മിഖാൽ ദൂതഗണങ്ങൾ ഊരിപ്പിടിച്ച വാളുകളുമായി കാവൽ നിർത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൻ്റെ യാതൊന്നും കടന്നു വരാതെ സ്വർഗം മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമം. അത് ഉയരണം, അത് വളരണം. ഹല്ലേലൂയ കർത്താവ്. അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു. സകല പ്രാർത്ഥനാ വിഷയത്തെയും ഒന്നുകൂടെ ഏൽപ്പിക്കുന്നു. അടിയെ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. ഓരോ മക്കളെയും അറിഞ്ഞ് സഹായിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.